ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഈ ബാഗും കവറും നിറയെ പഴയ സാരികളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ കാഞ്ചീപുരം പട്ടുസാരി സെൻറ്റർ പഴയ നടക്കാവിലുള്ളത് അതിൻ്റെ മുന്നിലാണ് കേട്ടോ. നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള പഴയ നടക്കാവ് റോഡിലെ കനറ ബാങ്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ ശ്രീ കാഞ്ചീപുരം പട്ടുസാരി സെൻറ്റർ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെയും പഴയ സാരികൾ ഒരു കാര്യമില്ലാതെ വീട്ടിലിരിക്കുന്നത് ഒക്കെ താങ്ങി പിടിച്ചതായി എത്തിയിരിക്കുകയാണ്. ഇനി ഇതിലേതിനൊക്കെ പൈസ കിട്ടും, പൈസ കിട്ടില്ല, പൈസ കുറവ് കിട്ടും, കൂടുതൽ കിട്ടും ഒക്കെ നമുക്ക് നോക്കാം. എല്ലാതൊന്നും എടുക്കാൻ പറ്റിയില്ല, കൊണ്ടുവരാൻ പറ്റുന്നത്ര എടുത്തുകൊണ്ട് പോന്നു. ചെമ്പ് ചെമ്പ് കൊടുത്ത റേറ്റ് അതേ കിട്ടില്ല, 50 രൂപ. ഈ സാരി വാങ്ങുന്ന കാലത്തെ നമുക്കറിയില്ലല്ലോ ഇത് ഒരയ്ക്കുമ്പോൾ വെള്ളക്കളറ് വരണം എന്നൊക്കെ. ദാ ഈ കറുത്ത കല്ലുമ്മേലിട്ടിട്ടുള്ള ഈ ഒരയിന്മേലാണ് നമ്മുടെ സാരിയുടെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചെമ്പ് കളറ് വന്ന 50 രൂപ ഉറപ്പിച്ചോ, പിന്നെ ഒരു സിൽവർ കളറാണെങ്കിൽ 10,000 ഉറപ്പിക്കാം, അതുപോലെ ഒരു വെള്ള കളറൊക്കെ ആണെങ്കിൽ 10,000 ഉറപ്പിക്കാം. പിന്നെ ഒരു കളറും വന്നില്ലെങ്കിൽ ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരസുമ്പോഴേ ഈ ബ്രൗൺ കളർ വരികയാണെങ്കിൽ അതൊക്കെ ചെമ്പാണത്രേ. ഇതിന് ഇവർ 50 രൂപയേ തരുള്ളൂ. അപ്പോൾ ഓരോ സാരിക്ക് 50 രൂപ വെച്ച്. അതിൽ ഒരു സാരി മാത്രം, ആ റെഡ് സാരി മാത്രമാണ് ഒരസിയപ്പോൾ വെള്ള കളർ വന്നത്. അപ്പോൾ അതിനിവർ ആദ്യം 6,000 രൂപ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു ബലം പിടിച്ചു. പക്ഷേ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട 6,000 എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഇവർ ഫോൺ കോളൊക്കെ വിളിച്ച് ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് 10,000 അതങ്ങോട്ട് ഉറപ്പിച്ചു. ഓക്കെ, അങ്ങനെ ആ സാരിയിൽ നമുക്ക് 10,000 കിട്ടി. അത് കാഞ്ചീപുരം പട്ടാണെന്നാണ് അവർ പറയുന്നത്. കാഞ്ചീപുരം പട്ടാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും ഇത്ര. പിന്നെ ഇവർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാരികൾ കണ്ടാലറിയാം, പട്ട് സാരികൾ, അതിനൊക്കെ നല്ല റേറ്റ് കിട്ടും എന്നൊക്കെയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല വില കൊടുത്ത് വലിയ ടെക്സ്റ്റൈൽ ഷോപ്സിൽ നിന്നൊക്കെ, ബ്രാൻഡഡ് ടെക്സ്റ്റൈൽ ഷോപ്സിൽ നിന്നൊക്കെ എന്തായാലും വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാരികളൊന്നും ഇവരുടെ മുന്നിൽ വില പോയില്ല. അവരതിനൊക്കെ വെറും 50 രൂപയിലേക്ക് ഒതുക്കി. ഇവിടെ വന്നതോടുകൂടി നമ്മൾ ഒരു പാഠം പഠിച്ചു. എന്താ വെച്ചാൽ ഇനി പലതരത്തിലുള്ള പട്ടുസാരികൾ നമ്മളെ കൊതിപ്പിച്ചേക്കാം, പക്ഷേ നമ്മൾ കാഞ്ചീപുരം പട്ടുസാരി തന്നെ വാങ്ങിച്ചാൽ മതി. എന്നാലേ നമുക്കത് മടുക്കുമ്പോൾ പിന്നീട് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ മുറുകെ പിടിച്ച് നിൽക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരേ ഒരു കാഞ്ചീപുരം പട്ടുസാരിയാണ്. ഇത് 10,000 തന്നാലേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മുറുകെ പിടിച്ചത്. അങ്ങനെ ആ സാരി 10,000 കച്ചവടമായി. അങ്ങനെ 8 ചെമ്പു സാരിയും ഒരു കാഞ്ചീപുരവും 10,400 രൂപയ്ക്ക് വിറ്റിട്ട് ഇത് ഞാൻ ഒന്നും കൂടി ഒരസി ഉറപ്പ് വരുത്തുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പക്ഷേ ഒരു കാര്യത്തിൽ വളരെ സംതൃപ്തമാണ്. വീട്ടിൽ സ്ഥലം ഒഴിഞ്ഞു, ഈ പഴയ സാരികളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പൈസയും കിട്ടിയെന്നുള്ള വളരെ ആത്മനിർവൃതിയോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പെരിങ്ങാവിലുള്ള ലോസൻ മഫിൻസിൽ പോയി. അവിടെ പോയിട്ട് ഇതാ ഈ ചോക്ലേറ്റ് ക്വസൻറ്റ് ഓർഡർ ചെയ്തു. പിന്നെ വേറൊരു ബിസ്കോഫും അതൊക്കെ കഴിച്ച് നൈസ് വൈബൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ബൈ ബൈ.